ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും 25 പ്രതിപക്ഷ എംപിമാരെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത്. തീവ്ര വലതുപക്ഷ സംഘടനയായ കർണി സേനയുടെ വക്താവെന്ന് അവകാശപ്പെടുന്ന രാജ് സിംഗിനെ രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതോടെ വിഷയത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ്. ഫെബ്രുവരി 19-നാണ് രാജസ്ഥാൻ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കൾ ഈ സംഭവത്തെ അപലപിച്ച രംഗത്തെത്തിയിട്ടുണ്ട്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിനിടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ പ്രതിപക്ഷ എംപിമാർ അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ചാണ് രാജ് സിംഗ് രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ തിരിഞ്ഞതെന്നാണ് ഇയാൾ വീഡിയോയിൽ ആരോപിക്കുന്നത്. ഇതിലുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് കൊലവിളി നടത്തിയത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പീക്കർ ഓം ബിർളയും കൈകൊടുക്കുന്ന ചിത്രം പശ്ചാത്തലത്തിൽ കാണാമായിരുന്നു. ഇത് BJPയോടുള്ള ഇയാളുടെ ആഭിമുഖ്യത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ഞങ്ങൾ ആ എംപിമാരുടെ വീടുകൾ കയറി തല്ലി തകർക്കും. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചു കേൾക്കൂ. ഇത്തരമൊരു സംഭവം വീണ്ടും ഉണ്ടായാൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറി താങ്കളെ വെടിവെക്കും, വീഡിയോയിൽ രാജ് സിംഗ് പറയുന്നു. കൂടാതെ അധിക്ഷേപം നടത്തിയെന്ന് ഇയാൾ ആരോപിക്കുന്ന 25 എംപിമാരെ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യണമെന്നും ഇയാൾ ആവശ്യപ്പെടുന്നുണ്ട്. നിയമപരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ നിയമം കയ്യിലെടുക്കുമെന്നും അവരെ ഓരോരുത്തരെയായി വെടിവെച്ച് കൊല്ലുമെന്നുമായിരുന്നു പരസ്യമായ ഭീഷണി.